ഒരു 500 മീറ്റർ താഴെയാണോ? തീർച്ചയായിട്ടും നമ്മൾ ഈ ഡിങ്കി ബോട്ടുകൾ, നാവികസേന ഡിങ്കി ബോട്ടുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഒരു അമ്പലം അടക്കമുള്ള, ഒരു കോവിലടക്കമുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. അതിനടുത്താണ്, ഏതാണ്ട് അതിനോടടുത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ പരിശോധന തെരച്ചിൽ നടത്തിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ കോവിലിന് സമാനമായുള്ള ഒരു ഏരിയയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് JCBയുടെ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് ആ ഭാഗത്ത്, അല്ലേ? അതൊരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആ ഭാഗത്ത് ഡിങ്കി ബോട്ടുകൾ വന്ന് ആ അമ്പലത്തിന് തൊട്ടു മുമ്പിലുള്ള ഭാഗത്ത്, കരയോട് ചേർന്നുള്ള ഭാഗത്ത് ഡ്രഡ്ജർ വെസൽ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലല്ല ആദ്യഘട്ടത്തിൽ തയ്യാറാവുന്നത്. പക്ഷേ അവിടെ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവിടെ ഈ JCBയുടെ കാലുകൾ, ഹിറ്റാച്ചിയുടെ കാലുകൾ ഉപയോഗിച്ച് അവിടെ മണ്ണ് നീക്കുകയോ മറ്റെന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുക. കാരണം തോണിയിൽ ചില ആളുകൾ ഈ പുഴയുടെ ആഴമൊക്കെ പരിശോധിച്ച് മുന്നിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് തയ്യാറാവുമോ എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും കുറച്ച് അല്പം ദൂരെ മാറി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രഡ്ജർ കമ്പനി ഒഴുക്ക് വളരെ ശക്തമല്ല. എന്നാലും ഈ ഡ്രഡ്ജറിന്റെ മുന്നോട്ട് പോയി ഓണാക്കി നിർത്തിക്കൊണ്ടായിരിക്കും ഈ കാലുകൾ അവിടെ ഉറപ്പിക്കേണ്ടത്. ഇപ്പം എനിക്കൊന്ന് തീരത്തോട്ട് അടുപ്പിച്ചു, അല്ലേ? എനിക്കൊന്ന് ആ തീരത്തോട്ട് അടുപ്പിക്കാനുള്ള ആഴം നോക്കിയതായിരിക്കും. ഒരു പക്ഷേ അതിനാണ് സാധ്യത. പ്രധാനമായും ഈ മഹേന്ദ്ര ഡോഗ്രി അടക്കമുള്ള അഭിഷേനീയ കപ്പൽ കമ്പനിയുടെ ഉടമകളടക്കമുള്ള ആളുകൾ ആ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരു പക്ഷേ ഇതിലേക്ക് കയറാനോ അല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയ വിനിമയത്തിനോ വേണ്ടിയായിരിക്കും അവിടേക്ക് അടുപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ കാർവാർ MLA അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സതീഷ് സൈനി അടക്കമുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് കളക്ടർ അടക്കമുള്ള ആളുകൾ എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും അവിടെ ഇത്തരമുള്ള ആളുകളൊക്കെ അവിടെയുണ്ട്. അതായത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവിടെ നിലയുറപ്പിച്ച് ഇവരൊക്കെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ദുരന്ത സ്ഥലത്തിന് തൊട്ട് താഴെ ഈ ഡ്രഡ്ജർ വെസൽ എത്തിച്ചിരിക്കുന്നു. 2 വലിയ പാലങ്ങൾക്കിടയിലൂടെയാണ് ഈ ഡ്രഡ്ജർ വെസൽ അല്പസമയം മുമ്പ് സഞ്ചരിച്ച് ഷിരൂരിലെ ദുരന്തമുഖത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഡ്രഡ്ജർ വെസൽ പ്രേക്ഷകർക്ക് കാണാം. അതോടൊപ്പം തന്നെ ആ ഡ്രഡ്ജർ വെസലിൽ നിന്ന് മണ്ണ് നീക്കിയാൽ അത് ഇടാൻ വേണ്ടി മറ്റൊരു വലിയ വെസലും ഈ ഡ്രഡ്ജർ വെസലിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ ഷിരൂരിലെ ദുരന്ത മേഖലയിൽ നങ്കൂരമിട്ട് ഈ ഡ്രഡ്ജർ വെസൽ മണ്ണു നീക്കം ആരംഭിക്കും. നമ്മളതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം. ഇത് കൊങ്കൺ പാലത്തിന് അടിയിലൂടെ ഈ ഡ്രഡ്ജർ വെസൽ കടന്നുപോയപ്പോൾ ആ ഡ്രഡ്ജർ വെസലിൻ്റെ ഉൾഭാഗത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ ഡ്രഡ്ജർ വെസലിൻ്റെ ഉപകരണങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ നീളമുള്ള 28.5 മീറ്ററോളം നീളമുള്ള ഡ്രഡ്ജർ വെസലാണ്. അർജുൻ്റെ വാഹനം തിരയാൻ വേണ്ടി ഇപ്പോൾ ഗംഗാവലി പുഴയിൽ പാലങ്ങൾക്കടിയിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊരു ദൃശ്യം ഇപ്പോഴുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അത് ഷിരൂരിൽ അർജുൻ്റെ അപകടം നടന്നതിന് തൊട്ട് താഴെ ഈ ഡിങ്കി ബോട്ടുകളെല്ലാം NDRFിൻ്റെയും നാവികസേനയുടെയും ഡിങ്കി ബോട്ടുകൾ ആങ്കർ ചെയ്തിരുന്ന, നങ്കൂരമിട്ടിരുന്ന സ്ഥലത്താണ് ഉള്ളത്. അവിടെ നിന്ന് അല്പം മുൻപോട്ട് പോയാൽ ഒരു 5 മിനിറ്റ് മാത്രം മുകളിലേക്ക് സഞ്ചരിച്ചാൽ കൃത്യമായും നേരത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ടുകളിലേക്ക് എത്തും. ആ സ്പോട്ടിലാണ് തെരച്ചിൽ നടത്തുക. ഇപ്പോൾ ഡ്രഡ്ജർ വെസൽ കരയോട് അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളും ഒപ്പം അല്പസമയം മുമ്പ് പാലത്തിനടിയിലൂടെ പോകുന്ന ദൃശ്യങ്ങളുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ദീപക് മലയമ്മ, രഞ്ജിത്ത് മനിപ്പാടി, ഒപ്പം AK അഭിലാഷ് എന്നിവരും തത്സമയം ഷിരൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും നൽകാനായുണ്ട്. നമുക്ക് തെരച്ചിൽ തുടങ്ങുന്ന സമയത്ത് വീണ്ടും ആ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും എത്താം. ഇപ്പോൾ ഡ്രഡ്ജർ വെസൽ കരയോടടുപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഡ്രഡ്ജർ വെസൽ ഇനി മുകളിലേക്ക് പോകും.